നമസ്കാരം. BJP കേരളത്തിലെ അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രന് ഏറ്റവും വലിയ പരാതി ഇപ്പോൾ സന്ദീപ് വാര്യർ പാണക്കാട് പോയതാണ്. കോൺഗ്രസിലേക്ക് കയറിയ ശേഷം BJP വിട്ട് കോൺഗ്രസിൽ അംഗത്വം എടുത്ത് കോൺഗ്രസിന്റെ നേതാവായി മാറിയതിനു ശേഷം മുസ്ലിം ലീഗിന്റെ പാളയത്തിലേക്ക് പോയി മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള പാണക്കാട് കുടുംബത്തിലേക്ക് എത്തി അവിടെ അനുഗ്രഹം വാങ്ങാനൊക്കെ പോയി എന്നാണ് പറയുന്നത്. അതാണ് ഏറ്റവും വലിയ പരാതി. അതിന്റെ കൂടെ ഉപപരാതികളായി പറയുന്നത് മറ്റ് നേതാക്കന്മാരുണ്ടല്ലോ. ഇപ്പോൾ SNDPന്റെ ആൾക്കാരുണ്ട്, വെള്ളാപ്പള്ളി നടേശനുണ്ട്, അതുപോലെ സുകുമാരൻ നായരുണ്ട്, അതുപോലെ മറ്റേ ക്രൈസ്തവ നേതാക്കന്മാരുണ്ട്. അങ്ങനെ പലരുമുണ്ട്. ഇവരുടെ ആരെയും ആശീർവാദമോ അനുഗ്രഹമോ വാങ്ങാൻ പോയില്ല. പിന്നെ പാണക്കാട് പോയി അനുഗ്രഹം വാങ്ങി. അല്ല, ഈ കെ സുരേന്ദ്രൻ എവിടെയാണ് നിൽക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സുരേന്ദ്രൻ അറിയാഞ്ഞിട്ടൊന്നും അല്ലല്ലോ. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ആദ്യം പറയാനുള്ളത്. ഒന്ന് പിന്നീടുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഈ ചേറെ തിന്നുന്ന നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നടുക്കണ്ടം തിന്നണമെന്നാണ് ആദ്യത്തെ ഒരു നിലപാടെന്ന് പറയുന്നത്. അപ്പോൾ UDF കയറി വന്നു. UDFന്റെ നടുക്കണ്ടം എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. അത് കെ സുരേന്ദ്രനെ അറിയാഞ്ഞിട്ടാണ്. കോൺഗ്രസിന്റെ വിവിധ ഘടക കക്ഷികളെല്ലാം കൂടി ഓരോന്ന് എടുക്കുകയാണെങ്കിൽ സ്വന്തമായി MLA ഏറ്റവും കൂടുതലുള്ളത് മുസ്ലിം ലീഗിനാണ്. അത് മറ്റ് കോൺഗ്രസ് പാർട്ടിക്കല്ല. അത് പരിശോധിച്ചാൽ മനസ്സിലാവും. ഏറ്റവും കൂടുതൽ എല്ലാ കാലവും ഏറ്റവും കൂടുതൽ MLA ഉണ്ടാകുന്ന മുസ്ലിം ലീഗിനായിരിക്കും. മറ്റത് കോൺഗ്രസ് IAU ഇങ്ങനെ കുറേ എണ്ണം ഉണ്ടാവും. എല്ലാം കൂടെ ഗ്രൂപ്പ് കളിച്ചിട്ടാണ് വരിക. എത്ര ഇല്ലാന്ന് പറഞ്ഞാലും മുസ്ലിം ലീഗിന് അങ്ങനെ ഗ്രൂപ്പൊന്നുമില്ല. അപ്പോൾ നടുക്കണ്ടമായ മുസ്ലിം ലീഗിനെ ചെന്ന് കാണുന്നതിൽ എന്താ കുഴപ്പം? പിന്നെ ഇടക്കണ്ടമായ മറ്റുള്ള ഗ്രൂപ്പുകളെ പിന്നീട് കണ്ടോളും. ഇപ്പൊ മെമ്പർഷിപ്പ് എടുത്തിട്ട് അങ്ങോട്ട് കയറിയിട്ട് ആകെ 48 മണിക്കൂറിലേ ആയുള്ളൂ. ഈ 48 മണിക്കൂറിനുള്ളിൽ പോകേണ്ടടുത്തൊക്കെ ഒന്ന് പോണ്ടേ. അപ്പോൾ ആദ്യം നടുക്കണ്ടത്തിലൊന്ന് പിടിക്കാന്ന് വെച്ചു, അത്രേ ഉള്ളൂ. അങ്ങനെ കരുതിയാൽ മതി. എനിക്കൊരു മറുചോദ്യം ചോദിക്കാനുള്ളത്, എന്തിനാണ് ഈ സന്ദീപ് വാര്യരെ പറഞ്ഞു വിട്ടത്? BJPയുടെ നടുക്കണ്ടമായിരുന്നല്ലോ, കേരളത്തിലെ BJPന്റെ ഒരു നടുക്കണ്ടമായിരുന്നല്ലോ ഈ സന്ദീപ് വാര്യർ എന്ന് പറയുന്നത്. എത്ര മനോഹരമായിരുന്നു സംസാരിച്ചിരുന്നത്. ജനങ്ങളൊക്കെ ഒരു BJP ആയിരുന്നിട്ട് കൂടി മറ്റുള്ളവർക്കും ഒരു ബഹുമാനിക്കുന്ന വിധത്തിൽ സംസാരിക്കാൻ കഴിയുമായിരുന്നു അദ്ദേഹത്തിന്. അതുകൊണ്ടാണ് കോൺഗ്രസിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് സ്വീകാര്യത ലഭിച്ചത്. അത് കോൺഗ്രസിന് ഗുണകരമാവോ സന്ദീപ് വാര്യർക്ക് ഗുണകരമാവോ എന്നുള്ളത് വേറെ വിഷയമാണ്. പക്ഷേ സ്വീകാര്യത ലഭിച്ചത് അതുകൊണ്ടാണ്. സന്ദീപ് വാര്യരുടെ സ്ഥാനത്ത് കെ സുരേന്ദ്രനാണ് കോൺഗ്രസിലേക്ക് വന്നെന്നുണ്ടെങ്കിൽ പക്ഷെ ഇങ്ങനെയല്ല ജനം സ്വീകരിക്കുക, അത് വേറെ രീതിയിലായിരിക്കും. അപ്പോൾ ഈ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നതുകൊണ്ട് ഇടങ്ങേറാവുന്നത് കോൺഗ്രസോ മുസ്ലിം ലീഗോ അല്ല. മുസ്ലിം ലീഗിന്റെ മുഖപത്രമായിട്ടുള്ള ചന്ദ്രികയും പിന്നെ മറ്റു ചില മാധ്യമങ്ങളും, ഉദാഹരണത്തിന് മാധ്യമം ദിനപത്രവും അതുപോലെ മീഡിയ വൺ ചാനലും ഒക്കെ ഒരു പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടും. കാര്യം മെനിഞ്ഞാന്ന് വരെ സന്ദീപ് വാര്യർ BJP പക്ഷത്തായിരുന്നത് കൊണ്ട് ഇവരൊക്കെ നഖസികാന്തം ശക്തിയുക്തം എതിർത്തുകൊണ്ടിരിക്കുക ചെയ്തത്. ആ പത്രങ്ങളും ആ ചാനലും ഒക്കെ ഇനി അതല്ലെങ്കിൽ മുസ്ലിം അടിത്തറയുള്ള ആ മേഖലയിലുള്ള മറ്റു പത്രങ്ങളുമൊക്കെ ഇനി ഇപ്പോ ഈ സന്ദീപ് വാര്യരെ പൊക്കി പറയണമല്ലോ, മാറ്റി പറയണമല്ലോ എന്നുള്ള ഒരു വിഷയമാണ് ഇനി ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത്, മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നതായിട്ട്. അല്ല വേറൊന്നും പറയുന്നില്ല. ഇപ്പൊ മാധ്യമത്തിന്റെ പത്രമോ മീഡിയ വണ്ണിന്റെ ചാനലോ അല്ലെങ്കിൽ ചന്ദ്രിക പത്രമോ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ സന്ദീപ് വാര്യരുടെ പ്രസ്താവനകൾ സ്വാഭാവികമായും BJP പാളത്തിൽ അയക്കുന്ന സമയത്ത് മുസ്ലിം വർഗീയത എന്നൊക്കെ പലതവണ പറഞ്ഞിട്ടുണ്ടാവും. ആ മുസ്ലിം വർഗീയതയിലേക്കാണ് ചെന്ന് ചാടിയിരിക്കുന്നത്. ആ നടുക്കണ്ടമാണ് പിടിച്ചേക്കണേ. അതായത് മുസ്ലിങ്ങൾ വർഗീയവാദികളാണ് എന്ന് പ്രചരിപ്പിച്ചാൽ മാത്രമേ ചിലയിടത്തൊക്കെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റൂ, സംസാരിക്കാൻ പറ്റൂ എന്നുള്ളൊരു നിലയിലേക്ക് നമ്മുടെ ഈ കേരളവും വളർന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഇവിടുത്തെ മുഴുവൻ ആൾക്കാരുടെ ഉത്തരവാദിത്തമാണ്. അത് അവരെല്ലാവരും കൂടി ചേർന്നാണ് അങ്ങനെ ആക്കിയത്. അത് മാറ്റേണ്ട ഉത്തരവാദിത്വം എല്ലാവർക്കും കൂടി തന്നെയാണ്. അതിൽ BJPക്ക് അടക്കമുണ്ട്. കാരണം ഇവിടെ BJPന്റെ ഒരു ഘടകമായി നിൽക്കുന്നത് മൈനോറിറ്റി മോർച്ചയാണ്. മൈനോറിറ്റി മോർച്ചയിൽ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ബഹുഭൂരിപക്ഷവും മുസ്ലിങ്ങളാണ്. വളരെ വിരലിൽ എണ്ണുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ ക്രിസ്ത്യാനികൾ അങ്ങനെ നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളെന്ന് പറയുമ്പോൾ പ്രചരിപ്പിക്കുന്നത് ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമാണെന്ന് മൈനോറിറ്റി മോർച്ചയെ പ്രവർത്തിക്കുന്നവർക്കറിയാം. കാര്യമൊക്കെ ശരി. പക്ഷെ എങ്കിലും ആ മുസ്ലിങ്ങളെ അല്ല സന്ദീപ് വാര്യർ സമീപിക്കുന്നത്. ആ മുസ്ലിങ്ങളെ അടക്കം BJP നേതാക്കൾ, അതായത് മൈനോറിറ്റി മോർച്ചയിൽ പ്രവർത്തിക്കുന്ന മുസ്ലിങ്ങൾ മാത്രം ഈ തീവ്രവാദിയിൽ വരൂല, മറ്റുള്ള മുസ്ലിങ്ങളാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ഒരു BJP നേതാവും പറഞ്ഞിട്ട് എനിക്കറിയില്ല. ഇപ്പോ കെ സുരേന്ദ്രനെ പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട് അവിടെ, ഇനിയിപ്പോ ഗണപതി വട്ടം എന്ന് സുൽത്താൻ ബത്തേരിയെ പറയണം. എനിക്ക് അവിടെ ഗണപതി വട്ടം എന്ന് പേര് മാറ്റുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് ഗുണമുള്ളതായിട്ട് തോന്നുന്നില്ല. എന്തെങ്കിലും പൗരാണികമായിട്ട് എന്തെങ്കിലും അതിന് വല്ല അടിത്തറയോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ പേര് മാറ്റുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണം ആ നാടിനുണ്ട് എന്നുണ്ടെങ്കിൽ ശരി, അത് നല്ലതാണ്. കാരണം ഒരു നാടിന്റെ ഗുണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുകയും അതുപോലെ പ്രതിനിധിയാകുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നെങ്കിൽ ഓക്കെ. ഇവിടെ സന്ദീപ് വാര്യരുടെ കഥ അതല്ലല്ലോ. സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം BJP എന്ന് പറയുന്ന
കേരള ഘടകത്തിൽ, ദേശീയ ഘടകത്തിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, BJP എന്ന് പറയാൻ പറ്റൂല, ഇവിടെ KJP എന്ന് പറയാൻ പറ്റും. BJPക്ക് ഈ KJP കൊണ്ടൊരു ഇടങ്ങേറുണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. ഇവിടെ ഈ KJPയുടെ നടുക്കണ്ടമായി പ്രവർത്തിക്കേണ്ടിയിരുന്ന 2 വ്യക്തികളെയാണ് തൃശങ്കൂല് നിർത്തിയേക്കുന്നത്. അതിന്റെ ഉത്തരവാദി ഈ BJPയുടെ അധ്യക്ഷനാണെന്നാണ് ജനസംസാരം. അതിലൊരു നടുക്കണ്ടമാണ് നേരെ കോൺഗ്രസിലേക്ക് പോയത്. ആ കോൺഗ്രസിന്റെ നടുക്കണ്ടം എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിനെ ആദ്യം പിടിക്കും. അവരെയാണല്ലോ ഏറ്റവും കൂടുതൽ വിമർശിച്ചിരുന്നത്, അവരെയാണല്ലോ ഏറ്റവും കൂടുതൽ ചവിട്ടിക്കൂട്ടിയിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവരെയാണ് ആദ്യം അനുനയിപ്പിക്കേണ്ടത്. അങ്ങനെ കണക്കൂട്ടിയാൽ പോരെ. അപ്പോൾ അതിനുശേഷം ബാക്കിയുള്ളവരെ ഓരോരുത്തരെ കയറിയിട്ട് 48 മണിക്കൂറല്ലേ ആയുള്ളൂ. അപ്പോൾ പിന്നെ ഓരോരുത്തർ എന്ത് ചെയ്യാൻ പറ്റും, പിടിച്ച് ചാക്കലാക്കാൻ പറ്റും. അതായത് രാഷ്ട്രീയം അങ്ങനെ കളിക്കണമെന്നറിയാം. എന്നാൽ ഒരു കാര്യം നമുക്ക് നോക്കാം. BJPയിൽ കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന സന്ദീപ് വാര്യർക്ക് കിട്ടിയിരുന്ന അതിനേക്കാൾ കൂടുതൽ സ്വീകാര്യത വേദിയിൽ ഇപ്പോൾ സന്ദീപ് വാര്യർക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു പദവി കിട്ടുന്നുണ്ട്, ജനങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട്. പിന്നെ രാഷ്ട്രീയത്തിൽ പല കാര്യങ്ങൾ പറയും, ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നാളെ മാറ്റി പറയുമെന്ന് അറിയാവുന്നത് കൊണ്ടും പൊതുജനം കഴുതകളായതുകൊണ്ടും ഇങ്ങനെ മാറി മാറി വരുന്നവരെ വിശ്വസിച്ച് തോളിലേറ്റി അവർ നടന്നോളും. അത് സ്വാഭാവികം, അത് വിധി എന്ന് വേണമെങ്കിൽ പറയാം. ഈ നേതാക്കന്മാരെല്ലാം ഇങ്ങനെ ഇരിക്കും. ഏത് പാർട്ടിയിൽ പോയാലും, ആരെ ചാവടി കടന്നു പോയാലും, എങ്ങനെ തള്ളി പറഞ്ഞു പോയാലും, എന്തൊക്കെ ആപതിപ്പ് പറഞ്ഞാലും മറ്റേ പാർട്ടി ചെല്ലുമ്പോൾ നേരെ തിരിച്ചു പറയാൻ യാതൊരു ഉടുപ്പുമില്ലാതെ പറയാനും, അതൊക്കെ അതുപോലെ വെള്ളം തൊടാതെ വിഴുങ്ങാനും ഇവിടുത്തെ വോട്ടർമാരായിട്ടുള്ള ഒരു പറ്റം കഴുതകൾ ഉള്ളിടത്തോളം കാലം ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല കേരളത്തിൽ. അത് K. സുരേന്ദ്രനായാലും ശരി, ഇവിടുത്തെ പിണറായി വിജയനായാലും ശരി, ഇനി അതുമല്ല ഇനി ഇവിടെ VD സതീശനായാലും ഈ പറഞ്ഞ സന്ദീപ് വാര്യരായാലും ഒക്കെ അത് തന്നെയാണ് എൻ്റെ അവസ്ഥ. അതൊരു പൊതുവായ സിസ്റ്റമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ സന്ദീപ് വാര്യർ എന്നത് BJPയുടെ നടുക്കണ്ടമായിരുന്നു എന്ന് മനസ്സിലാക്കണം. സന്ദീപ് വാര്യർ അതുപോലെ ശോഭാ സുരേന്ദ്രനൊക്കെ, അവരെയൊക്കെ പിടിച്ച് നിർത്തേണ്ട ഉത്തരവാദിത്വം K. സുരേന്ദ്രനുണ്ട്, KJPക്കുണ്ട്, KJP നേതാവിനുണ്ട്. അതില്ലാതെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കാൽച്ചോട്ടിലെ മണ്ണ് കോൺഗ്രസിലേക്കോ മറ്റോ ഒഴുകി പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ കേരളത്തിൽ പിടിവള്ളി ഉണ്ടാവില്ല. ഇപ്പോൾ K. സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി ജയിച്ചതുകൊണ്ട് മാത്രമാണ് ആദ്യമായിട്ട് ഒരു MP സ്ഥാനം കേരളത്തിൽ നിന്ന് കിട്ടുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് കേന്ദ്രം എടുത്ത് തലയിൽ വെച്ചു കൊടുത്തുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്നത്, അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നത്. അല്ലെങ്കിൽ എപ്പോഴോ തെറിച്ചനെ. ആ ഒരു ചിന്ത പോലും ഇല്ലാതെയാണ് മറ്റുള്ളവരെ ചവിട്ടിക്കൂട്ടാനും മറ്റുള്ളവരെ പാർശ്വവൽക്കരിക്കാനും ശ്രമിക്കുന്നത്. സ്വാഭാവികമായും അങ്ങനെ പാർശ്വവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ വിഷമമുള്ള ആത്മാർത്ഥതയുള്ളവർ മാറിപ്പോകുന്നു. അങ്ങനെ മാറിപ്പോയതാണ്. പക്ഷേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇപ്പോഴും ഞാൻ പറയുന്നത് ഈ സന്ദീപ് വാര്യർ കാണിച്ചത് മണ്ടത്തരമാണ് എന്നാണ്. അദ്ദേഹത്തിന് ശോഭാ സുരേന്ദ്രനെ കൂട്ടുപിടിക്കാമായിരുന്നു. ഈ കേരളത്തിന്റെ ഈ KJPയുടെ നേതൃത്വത്തെ എതിർക്കുന്ന വലിയൊരു ഭാഗമുണ്ട്, അവരെ കൂട്ടുപിടിക്കാമായിരുന്നു. ഒരു ബദൽ ശക്തിയായി കേരളത്തിൽ വളരാമായിരുന്നു. കോൺഗ്രസിലെ I ഗ്രൂപ്പിനെ ചവിട്ടിക്കുട്ടി മൂലക്കെരുത്തിക്കൊണ്ട് A ഗ്രൂപ്പ് വളർന്നതുപോലെ ഈ പറഞ്ഞ സുരേന്ദ്രൻ ടീമിനെയും മറ്റുള്ളവരെയൊക്കെ മൂലക്കെരുത്തിക്കൊണ്ട് സന്ദീപ് വാര്യർ ടീമിന് വേണമെങ്കിൽ വളരാമായിരുന്നു. അതായിരുന്നു ഒന്നും കൂടി നല്ലത് എന്നായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ അവിടെ ക്ഷണിക മാട്ടിനി അവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് UDF ചേരിയിലേക്ക് വരുമ്പോൾ ഈ UDF ചേരിയിലുള്ള മറ്റു പാർട്ടികൾ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് പോലുള്ള ആ പാർട്ടികൾ, അവരുമായി ചേർന്ന് പ്രവർത്തിക്കേണ്ടി വരുമെന്നും തലേ ദിവസം വരെ പാണക്കാടിനെ കുറിച്ച് അപഖ്യാതി പറഞ്ഞുകൊണ്ടിരുന്ന, അപമതിപ്പ് പറഞ്ഞുകൊണ്ടിരുന്ന പാണക്കാട് ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ നേരം വെളുത്തപ്പോൾ സ്നേഹത്തിന്റെ ഉറവിടമായി, സ്നേഹം തുളുമ്പുന്ന എന്താ പറയുക ഒരു ഭവനമായി മാറി. താൻ അതുവരെ തന്നെ താനാക്കി മാറ്റിയിട്ടുള്ള ഇപ്പൊ BJPയിൽ സന്ദീപ് വാര്യർ വന്ന് ഇത്രയും വളർന്ന് ഈ കോലത്തിലായപ്പോഴാണല്ലോ കോൺഗ്രസിന് ഒരു അടിത്തറ ഉണ്ടെന്ന് മനസ്സിലാക്കി ഇങ്ങോട്ട് പോകുന്നത്. പക്ഷെ സന്ദീപ് വാര്യർ ആക്കിയത് BJP ആണല്ലോ. അപ്പൊ ആ നന്ദി പോലും ഇല്ലാതെ നരേന്ദ്രമോദി അടക്കം വെറുപ്പിന്റെ എന്താ പറയാ പള്ളിക്കൂടമാണ് എന്നൊക്കെ, ഉൽപാദനത്തിന്റെ പള്ളിക്കൂടമാണ്, ഫാക്ടറിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചിറങ്ങി പോകുമ്പോൾ അതാണല്ലോ വെള്ളം തൊടാതെ ഇവിടുത്തെ ജനങ്ങൾ വിഴുങ്ങേണ്ടി വരുന്നത് എന്നുള്ള ഒരു നിരാശ മാത്രമേ ഉള്ളൂ. ഏതായാലും K. സുരേന്ദ്രൻ നിരാശപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. K. സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപിയാണ് തന്റെ രക്ഷ എന്നത് ഓർത്തിരിക്കുന്നതാണ് നല്ലത്.